ഗൗതമ. ഹലോ ഗൗതം. കൽപ്പന, താൻ തിരഞ്ഞെടുത്തത് കൃത്യസമയ. ഇവിടെ വെള്ളച്ചാട്ടത്തില് അതിസാഹസികമായ ഒരു രംഗം ഷൂട്ട് ചെയ്യാൻ പോവുക. ജാതിയുണ്ടോ അതില്? ഉണ്ട്. അവള് വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതും ഹീറോ അവിടേക്ക് ചാടി രക്ഷിക്കുന്നതുമാണ് ഷൂട്ട് ചെയ്യുന്നത്. ഗൗതമിന് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റും. മുമ്പത്തെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെ എനിക്കറിയായിരുന്നു. പേര് കിച്ചു. ഞാൻ കിച്ചുവിനെ വിളിച്ച് ഇവിടുത്തെ രണ്ടുപേരുടെയും ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അവന്മാർക്ക് കുറച്ച് പണം കൊടുത്താ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. എങ്ങനെ? വെള്ളച്ചാട്ടത്തിലേക്ക് രാധിക ചാടുന്ന സീനില് രാധികയെ സംരക്ഷിക്കേണ്ട ചുമതല അവർക്കാ. വലിയ വടം കെട്ടി അവര് താങ്ങിപ്പിടിക്കും. ഞാൻ പറഞ്ഞ ഈ രണ്ടുപേരും ആ കൂട്ടത്തിലുണ്ടാവും. ആരും അറിയാതെ വടം അവരൊന്ന് കട്ട് ചെയ്താല് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ രാധിക അങ്ങ് പൊയ്ക്കോളൂ. കൊള്ളാം. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. എന്താ അത്? ഇനി എന്തൊക്കെ പാളിച്ച പറ്റിയാലും ഈ കുറ്റം എന്റെയോ ഗൗതമിന്റെയോ തലയിൽ ഇരിക്കാൻ പാടില്ല. ഞാനേ ആ പ്രിയങ്ക ലൊക്കേഷനിലേക്ക് അയക്കാം. കാര്യങ്ങളൊക്കെ ഗൗതം തന്നെ സംസാരിച്ചാൽ മതി. പക്ഷേ അവർക്ക് പണം കൊടുപ്പിക്കേണ്ടത് പ്രിയങ്കയെ കൊണ്ടാ. അത് നീ ഷൂട്ട് ചെയ്യാൻ വേണം. ഒരു തെളിവിന്. രാധികയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ അത് ചെയ്ത കുറ്റം പ്രിയങ്കയുടെ തലയിലാവൂല്ലേ? ഒറ്റയടിക്ക് രണ്ടിനെ ഒഴിവാക്കാനൊരു സാധ്യതയുള്ളപ്പോ അത് ചുമ്മാ കളയാൻ പാടില്ലല്ലോ. അവള് മരിക്കുമെന്ന് തന്നെ ഉറപ്പ് വേണം. സംഭവിച്ചിരിക്കും. നാളത്തെ പത്രത്തിന്റെ തലക്കെട്ടിലൊക്കെ പുതുമുഖ നടി അപകടത്തിൽ മരിച്ചു എന്ന് തന്നെയായിരിക്കും. എന്നാ ശരി, ഞാനേ ആ പ്രിയങ്ക പെട്ടെന്ന് അങ്ങോട്ട് അയക്കാം. ശരി, ആയിക്കോട്ടെ. കൽപ്പന, തിരഞ്ഞെടുത്ത സമയം കൊള്ളാന്നാ ഗൗതം പറഞ്ഞത്. ഭാഗ്യമുണ്ടെങ്കിൽ എന്റെ മുമ്പിലുള്ള 2 ശല്യങ്ങൾ ഇന്ന് അവസാനിക്കും. ഞാനേ ആ പ്രിയങ്ക ലൊക്കേഷനിലേക്ക് പറഞ്ഞു വിടട്ടെ. പ്രിയങ്ക പറഞ്ഞോണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ ഈ റിസ്ക് എടുക്കുന്നത്. സിനിമ മുടങ്ങിയാലും രാധികയില്ലാതെ താൻ ഹാപ്പിയല്ലേ? ഗൗതം എന്താ ചെയ്യാൻ പോകുന്നത്? 2 പേരിപ്പോൾ ഇങ്ങോട്ട് വരും. വെള്ളച്ചാട്ടത്തിൽ വീഴുന്ന സീനില് രാധിക തൂങ്ങിക്കിടക്കുന്ന വടം പിടിക്കുന്നത് അവരാ. എല്ലാം ഓക്കെ ആവുമ്പോൾ ആരും അറിയാതെ അവരാ വടം അറുത്തോളൂ. ആരെങ്കിലും ശ്രദ്ധിക്കോ? ഇല്ല. ആ തിക്കിനും തിരക്കിനിടയിൽ അതാരുടെയും ശ്രദ്ധയപ്പെടില്ല. പിന്നെ ഇപ്പോൾ വരുന്നവന്മാർക്ക് പണം കൊടുക്കേണ്ടത് പ്രിയങ്ക. ഞാനോ? എനിക്കവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അവരെനിക്ക് മുമ്പേ അറിയുന്നവരാ. മാത്രമല്ല, കിച്ചുവിനെ വിളിച്ചപ്പോൾ പ്രിയങ്കയാണ് പണം കൊടുക്കുന്നതെന്ന് ഞാൻ അവനോട് പറഞ്ഞതാ. പിടിക്കേ. ഇതുവരെ ആരെയും കൊല്ലാനൊന്നും നോക്കിയിട്ടില്ലല്ലോ? ഇല്ല. തുടക്കം ഗംഭീരമാവട്ടെ. അമ്മ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മാഡം. കാര്യങ്ങൾ കിച്ചു പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. മാഡം, കൃത്യം നടന്നാൽ ഉടൻ തന്നെ ഈ ലൊക്കേഷൻ വിട്ട് പോയിക്കോണം. അന്വേഷണമൊന്നും പറഞ്ഞ് നിങ്ങൾ ആരുടെ മുന്നിൽ ചെന്നാലും അത് ശരിയാവില്ല. ശരി, പോയിക്കോ. ചേച്ചി,
നീ എപ്പോഴാ വന്നേ? എന്നിട്ടെന്താ എവിടെ നിൽക്കുന്നേ? എന്റെ അടുത്തേക്ക് വരാറുന്നില്ലേ? ഞാൻ ഷൂട്ടിംഗ് ഒന്ന് കാണാൻ വന്നതാ. പിന്നെ അങ്ങോട്ടേക്ക് വരാനൊരു ചമ്മല്. ആ, അത് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്തോണ്ടല്ലേ? ഇന്ദ്രജിത് സാറ് എന്നും നിന്നെ ചോദിക്കും, നിനക്ക് വിഷമമുണ്ടോ, എന്തേലും പറഞ്ഞോന്നൊക്കെ. അടുത്ത പടത്തിൽ ഉറപ്പായിട്ട് നീ ഉണ്ടെന്നാ പറഞ്ഞത്. ഓ, ഇനി അതൊക്കെ നടക്കുവാണെങ്കിൽ നടക്കട്ടെ. നീ അവരോട് എന്താ സംസാരിച്ചേ? ആരോട്? അല്ല, ആ യൂണിറ്റിലുള്ളവരോട്. അവര് രണ്ടുപേരും മുൻപ് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഷൂട്ടിന് കണ്ട പരിചയം. എന്നെ കണ്ടപ്പോ അവര് വരികയായിരുന്നു. എന്തായാലും നീ വാ, വലിയൊരു സീന എടുക്കാൻ പോകുന്ന. എന്റെ കൂടെ നീയും ഉണ്ടാവണം. വാ. രാധിക, ആ, അവർ പിടിച്ചു തള്ളുമ്പോ താൻ കുറച്ച് താഴേക്ക് പോയി ആ കിടക്കുന്ന വള്ളി കണ്ടോ? അതിൽ പിടിച്ച് തൂങ്ങി നിൽക്കുന്നത് പോലെ നിൽക്കണം. ഈ ഷോട്ട് നമുക്ക് അത്രയേ ഉള്ളൂ. ശരി സർ. പേടിയൊന്നുമില്ലല്ലോ? സാറിങ്ങനെ കൂടെ കൂടെ ചോദിച്ച് പേടിപ്പിക്കാതിരുന്നാ മതി. Then okay. അത് കോൺഫിഡൻസ് ഉള്ള ഒരു മറുപടിയാ. ശരി സർ. ഓക്കെ. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? സാധാരണ ഈ നായികമാരുടെ കൂടെ വരുന്നത് അവരുടെ അമ്മയോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരോ ആയിരിക്കും. അവരെ കൊണ്ട് എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ തൻ്റെ കാര്യത്തിൽ ഞാനിത് പ്രതീക്ഷിച്ചില്ല. മതി മതി, കളിയാക്കൊന്നും വേണ്ട. ഞാനേ എൻ്റെ ടെൻഷൻ കൊണ്ട് ചോദിച്ചു പോയെന്നുള്ളൂ. ടേക്ക് ഇറ്റ് ഈസി മാൻ. ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഷൂട്ടിംഗ്. അവരൊക്കെ അതിൽ എക്സ്പെർട്ട് അല്ലേ? ശരി. ചേച്ചി, സൂക്ഷിക്കണേ. ഒരു കുഴപ്പമില്ല. സിനിമയെക്കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളാണോ എന്നോട് ഇതൊക്കെ പറയുന്നത്? എന്താ ശ്യാമ? വണ്ടി ഒന്ന് നിർത്തിക്കേ.
എന്താ ശ്യാമ? മോൾക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു എനിക്ക് തോന്നുന്നു ഏട്ടത്തി. നമുക്ക് മോളുടെ ലൊക്കേഷൻ വരെ ഒന്ന് പോയാലോ? എന്താ ശ്യാമ ഇങ്ങനെ? അവള് കൊച്ചു കുട്ടിയൊന്നുമല്ല, വലിയ പെണ്ണാ. എന്നാലും ഇപ്പൊ എന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ കാണാൻ? ആ ദേ, ആ കാണുന്നത് ഒരു ക്ഷേത്രമാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ കയറി ഒന്ന് പ്രാർത്ഥിക്കാം. മനസ്സമാധാനം കിട്ടിയിട്ട് പോയാൽ മതി. കണ്ണടച്ച അവള് മാത്രമേ ഉള്ളൂ. ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം ഒരു... വേണ്ട വേണ്ട, പറഞ്ഞു പറഞ്ഞ് ഇനി വേദനിക്കാൻ നിൽക്കണ്ട. എന്തായാലും ക്ഷേത്രം അടുത്തായത് നന്നായി. ഇനിയുള്ള കാര്യങ്ങൾ ദൈവത്തിനോട് നേരിട്ട് പറഞ്ഞു. വാ പോ. റെഡിയല്ലേ? റെഡി സർ. എല്ലാവരും ഓടി വന്നതിന്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ. പ്രിയ, പ്രിയ, ഓക്കെ, കണ്ടിന്യൂ. മാസ്റ്റർ ഹീറോയിനെ കയറ്റിക്കോളൂ. അധിക സാറേ, സാറേ, ഇതാരോ മുറിച്ചതാ. പിടിക്കേ. സാർ, എന്താ ചെയ്യണ്ടേ? കോടതി പോലീസ്. ഓക്കെ ഓക്കെ. എത്രയും പെട്ടെന്ന് അവരെ തെരഞ്ഞേ പറ്റൂ. ഗൗതം, Ma
എന്തോ ഒരു അവശകരമാ, അല്ലാതെ തൂക്കുകളൊക്കെ ഇങ്ങനെ പൊട്ടി വീഴില്ല. ശ്യാമ, നമുക്ക് പെട്ടെന്ന് ചെന്ന് ആശുപത്രി പോവാം. വാ, ഡോക്ടർ കാണാം. ഏട്ടത്തി, എന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും മോൾക്ക് വേണ്ടിയപ്പോ അങ്ങനെ ഒരു അപശകുനം വന്നിട്ടുണ്ടെങ്കിൽ മോൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്നൊരു തോന്നല്. എല്ലാ കാര്യത്തിനും ഇങ്ങനെ സംശയിച്ചാലോ ശ്യാമ? ഇല്ല, എനിക്ക് നല്ല ടെൻഷനുണ്ട്. അവിടെ കാര്യമൊന്നും അറിയണം ഏട്ടത്തി. ഏട്ടത്തി ഡയറക്ടറുടെ നമ്പറിലേക്കൊന്ന് വിളിച്ചേ. വിളിക്ക. ഹലോ, ഹലോ, ഇന്ദ്രജിത് മേനോനല്ലേ? ഒരു മിനിറ്റ്. ഹലോ, ഞാൻ സിംഗർ ശ്യാമയാണ്. മാഡം വിവരം അറിഞ്ഞിട്ട് വിളിച്ചാണോ? എന്ത് പറ്റി? അത് മാഡം, ഇവിടെ ലൊക്കേഷനിൽ ഒരു അപകടം സംഭവിച്ചു. എന്ത്? ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മാഡം. പുതിയ ഒരു ഹീറോയിനാണ് രാധിക. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് വടം പൊട്ടി ആ കുട്ടി താഴേക്ക് വീണു. നിങ്ങൾ എന്തായി പറയുന്നേ? അതെ മാഡം. ഇവിടെ എന്താ ശ്യാമേ? എന്ത് പറ്റി? ദൈവങ്ങളെ പിന്നെയും കൈവിട്ടു ഏട്ടത്തി. എന്റെ മോള്. ശ്യാമേ, എന്താ പറ്റിയേ? ദുശകനം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, അത് അവളെ കുറിച്ചുള്ള എന്റെ തോന്നലാന്ന്. എന്റെ മോൾ അപകടത്തിൽപ്പെട്ടു. അവള് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിന്ന് കൊക്കയിലേക്ക് വീണു. പാപിയായി ഞാൻ പ്രസവിച്ചതിന്റെ കൊലി എന്റെ മൂക്കു കൂടി പകുത്തു കൊടുത്തല്ലോ. അമ്മയാണെന്ന് പറഞ്ഞ് എന്റെ കൺമുന്നിൽ നിൽക്കാനോ ചേർത്ത് പിടിക്കാനോ അനുവദിച്ചില്ലല്ലോ എടുത്തി. എടുത്തി, നമുക്ക് പെട്ടെന്ന് ലൊക്കേഷനിലേക്ക് പോണം. രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെയാ ഡയറക്ടർ പറഞ്ഞു. അതുപോലെ എനിക്ക് എവിടെ പോണം? എന്റെ മോളെ കണ്ടുപിടിക്കണം. ശ്യാമ, വേറൊന്നും ഏട്ടത്തി എന്നോടിപ്പോ പറയണ്ട. എനിക്ക് പോയേ പറ്റും. എനിക്ക് എന്റെ മോളുടെ അടുത്തെത്തണം. എടുത്തി വാ, വാ പോവാം. ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. യൂണിറ്റിലെ അംഗങ്ങളും സ്റ്റണ്ട് മാസ്റ്ററും ടീമും താഴേക്ക് പോയിട്ടുണ്ട്. വീണത് വലിയ പാറക്കെട്ടുള്ള സ്ഥലത്തേക്കാണ്. അസാധ്യമാണ്. താഴെയാണെങ്കിൽ കൊടുങ്കാടും. പ്രിയങ്ക, ഗൗതം, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാലോ? ഇപ്പൊ പോയ അവര് നമ്മളെ സംശയിക്കില്ലേ? ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നത് ശരിയല്ലല്ലോ. ആ പണം മേടിച്ചവര് നമ്മളെ ചതിച്ചല്ലോ. അവരെന്തിനാ ഓടിപ്പോയത്? അത് തെളിവല്ലേ? ഓടിപ്പോയത് നന്നായി. അല്ലെങ്കിൽ എല്ലാരും കൂടി ഇടിച്ച് ചതച്ച് അവന്മാരെ കൊണ്ട് പറയിപ്പിച്ചേനെ. പ്രശ്നമാവൂ ഗൗതം? അവരൊരിക്കലും നമ്മുടെ പേര് പറയില്ല. കണിമംഗലത്ത് അറിയിച്ചോ? ഇല്ല, ചാനലിലൊക്കെ ഫ്ലാഷ് ന്യൂസ് വരുന്നുണ്ട്. വരുണ കണക്ക് കൂട്ടലിൽ തെറ്റിച്ചത്. വെറുതെ എടുത്ത് ചാടിയിട്ട്
ശ്യാമേ, എടുത്തി ഒന്ന് ചെല്ല്. അന്വേഷിച്ചവര് എന്തൊക്കെ ചെയ്തെന്ന് അവരോടൊന്ന് ചോദിക്ക്. ചെല്ല എടുത്തേ. എന്റെ ഈശ്വര, എന്റെ മോളെ എനിക്ക് തിരിച്ചു തരണേ. സർ, എങ്ങനെയാ അന്വേഷണം ഉദ്ദേശിക്കുന്നത്? ഈ ലൊക്കേഷന്റെ സ്വഭാവം അനുസരിച്ച് കുറച്ച് റിസ്ക് ആണ് മാഡം. താഴേക്ക് വീഴുന്ന ഇടങ്ങൾ മുഴുവൻ കൂർത്ത പാറകളാണ്. ഇനി അതിലൊന്നും തട്ടാതെ നേരെ വനത്തിലേക്കാണ് വീണിട്ടുള്ളതെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടുത്തെ സ്ഥലവാസികൾ പോലും പേടിക്കുന്ന സ്ഥലവാ താഴെ. ഇനിയിപ്പോ താഴെ പോയി ലോക്കൽസിനെ അറേഞ്ച് ചെയ്ത് തെരച്ചിൽ നടത്താം. അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങാം. എന്താ നിങ്ങളീ കാണിക്കുന്നത്? എത്രയും പെട്ടെന്ന് തിരയാൻ ഇറങ്ങണ്ടേ? അല്ലാതെ പാറക്കെട്ടിന്റെയും കാടിന്റെയും ഒക്കെ ഭീഷണി പറഞ്ഞ് അന്വേഷണം തടസ്സപ്പെടുത്തുകയാണോ വേണ്ടത്?